സർക്കാർ ജോലി ഒരിക്കലും ഒരു ഓപ്ഷനല്ല. നിങ്ങൾക്കൊരു ചോദ്യം തന്നു, 4 ഓപ്ഷൻ തന്നു, അതിലൊന്നാണ് സർക്കാർ ജോലി. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഒരു ചോദ്യം നിങ്ങൾക്ക് തന്നു അതിൻ്റെ ഒറ്റ ഉത്തരം സർക്കാർ ജോലിയാണെന്ന് മാത്രം വിചാരിക്കുക. അങ്ങനെ വിചാരിച്ച് തന്നെയാണ് 2-3 വർഷം നല്ലോണം പഠിച്ചത്. ഇപ്പോൾ കൂടുതലായിട്ടും ഒരു 1.25-1.5 മണിക്കൂർ നമുക്ക് എക്സാം വരുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ മിസ്റ്റേക്ക് വരാൻ പറ്റുന്നൊരു സമയം ഈ അവസാന എക്സാമിൻ്റെ ഒരു ടെയിൽ എൻഡ് ടൈമുണ്ട്. മീൻസ് അതൊരു പാനിക് സ്റ്റേജാണ്. നമുക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. പരീക്ഷ ഭയങ്കര എളുപ്പമാണോ തെറ്റാണോ നമ്മൾ മാനസികമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് തീരുമാനിക്കുകയാണ്. ഇവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം. പരീക്ഷ ഒരിക്കലും എളുപ്പമാണോ തെറ്റാണോ തീരുമാനിക്കുന്നത് നമ്മളല്ല. കാര്യം നമ്മളെപ്പോലെ തന്നെ ലക്ഷത്തിലധികം ഉദ്യോഗാർത്ഥികൾ ഇരുന്ന പരീക്ഷയാണ്. വാക്കൻസി അനുസരിച്ച് എല്ലാം കണക്കാക്കിയാണ് കട്ട് ഓഫ് ഇടുന്നത്. നിങ്ങളൊരു എക്സാമിന് പോകുമ്പോൾ എപ്പോഴും നമ്മുടെ മൈൻഡിൽ എനിക്ക് കംഫർട്ടബിൾ ആയൊരു സ്കോർ എത്രയാണെന്ന് മൈൻഡിൽ എപ്പോഴും വേണം. ആ സ്കോറിലേക്ക് നമ്മൾ എത്തണം. പക്ഷെ അത് എത്താൻ വേണ്ടി ഒരിക്കലും തെറ്റ് കറുപ്പിക്കണമെന്നല്ല. നമസ്കാരം, എൻ്റെ പേര് അരവിന്ദ് എന്നാണ്. എൻ്റെ സ്ഥലം കുറ്റിമൂട് കാഞ്ഞമ്പാറയാണ്. ഞാനിപ്പോൾ കഴിഞ്ഞ വർഷം KP1 ബറ്റാലിയൻ്റെ കോൺസ്റ്റബിൾ ലിസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ റാങ്ക് 50 ആയിരുന്നു. ഇപ്പോൾ ഞാൻ ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് പോലീസ് ജോലിയിലൊക്കെ കയറുന്നതെന്ന് പറയുന്നത് എല്ലാവരെയും വലിയ സ്വപ്നമാണ്. അത്ര എളുപ്പമായിട്ടൊരു കാര്യമല്ല. അപ്പോൾ ഞാൻ സിസ്റ്റമാറ്റിക്കായിട്ടല്ല കഴിഞ്ഞൊരു 4-5 വർഷം പഠിച്ചുകൊണ്ടിരുന്നത്. 2020 പഠിത്തം തുടങ്ങിയത്. ജോലി കിട്ടാനായിട്ട് 4 വർഷം എടുത്തു. കാര്യം 3 വർഷവും ഒട്ടും സിസ്റ്റമാറ്റിക് അല്ലായിരുന്നു. കാണുന്ന ഏരിയയിൽ നിന്ന് എല്ലാം നോട്ട് റെഫർ ചെയ്ത് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന വേറെ ഏതെങ്കിലും ഒരു ഏരിയ ആയിരിക്കും. അപ്പോൾ ഈ കോർ ഏരിയ ഫോക്കസ് ചെയ്ത് പഠിക്കാനോ സിലബസ് പഠിക്കാനോ ഒന്നും ശ്രമിച്ചിരുന്നില്ല. 2023 ശേഷം പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് PSC അത്ര സീരിയസ് ആയിട്ട് പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ ഫ്രണ്ട്സ് എന്നോട് റെഫർ ചെയ്ത് പറഞ്ഞത് NROD വീറ്റോ അത്യാവശ്യം നല്ലതാണ്, കുറേ ഏരിയ കവർ ചെയ്യുന്ന നല്ലോണം വർക്ക് ചെയ്യിപ്പിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ വേറൊരു ഓപ്ഷൻ നോക്കിയില്ല. വീട്ടിൽ ഇരുന്നാണ് അത്ര നാൾ പഠിച്ചുകൊണ്ടിരുന്നത്. അത് ഒട്ടും സിസ്റ്റമാറ്റിക് അല്ലായിരുന്നു. അതുകൊണ്ട് റിസൾട്ടും ഇല്ലാത്തത് കൊണ്ട് ഇവിടെ NROD വീറ്റോയിൽ വരികയായിരുന്നു. ആ സമയത്താണ് LD നോട്ടിഫിക്കേഷനും CPO നോട്ടിഫിക്കേഷൻ രണ്ടും വരുന്നത്. അപ്പോൾ പ്രധാനമായി ആ സമയത്ത് CPO കട്ട് ഓഫ് ഒക്കെ 45-50 റേഞ്ചൊക്കെ ഉള്ളായിരുന്നു. നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചാൽ നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന എക്സാമേ ഉള്ളായിരുന്നു. LD കുറച്ച് കട്ട് ഓഫ് കൂടുതലായിരുന്നു. അപ്പം ഞാൻ പ്രധാനമായിട്ട് ഇവിടെ വന്നപ്പോൾ ഞാൻ മുമ്പ് പഠിച്ചിരുന്നതിന് ഇവിടെ വ്യത്യസ്തം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ വരുന്ന ഏരിയാസ് എല്ലാം കോർ ഏരിയാസാണ്. നമ്മൾ കടൽ കണക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. കറക്റ്റ് കോർ ഏരിയാസിൽ നിന്ന് സ്ഥിരം റിവിഷൻ ടെസ്റ്റ് എക്സാം ഉണ്ടായിരുന്നു, കറണ്ട് അഫെയർ എക്സാം ഉണ്ടായിരുന്നു. പിന്നെ കറണ്ട് അഫെയർസ് നമ്മൾ എല്ലാ ദിവസവും എഴുതിക്കൊണ്ട് വരുമായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് 4, 5, 6 മാസം ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ സിലബസിൽ ഓൾമോസ്റ്റ് 90% മേൽ ഏരിയ കവറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരീക്ഷ അറ്റൻഡ് ചെയ്യുമ്പോൾ CP അറ്റൻഡ് ചെയ്യുമ്പോൾ നല്ല കോൺഫിഡൻ്റ്. പിന്നെ സ്പെഷ്യൽ ടോപ്പിക് മാത്രമേ ഉള്ളായിരുന്നു. അത് എഫേർട്ട് ഇട്ട് അത്യാവശ്യം ശ്രമിച്ച് പ്രീവിയസ് ഒക്കെ നോക്കിക്കൊണ്ടാണ് പോയത്. എക്സാമിന് വന്നപ്പോൾ കറക്റ്റ് നമ്മൾ കവർ ചെയ്ത ഏരിയ എന്ന് തന്നെയാണ് ചോദ്യം വന്നത്. പ്ലസ് അതിന് 2-3 ചോദ്യങ്ങൾ വെളിയിൽ നിന്ന് വന്നാലും ഒരുവിധ ലോജിക് അപ്ലൈ ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. അത് കോൺസ്റ്റബിൾ എക്സാം ആയിരുന്നു. പിന്നെ അതിനുശേഷം എനിക്ക് ഓഗസ്റ്റ് ആയിരുന്നു LD എക്സാം. LD എക്സാം അത്യാവശ്യം നല്ല പാടായിരുന്നു. പക്ഷേ LDയിൽ GK ഏരിയയിൽ കറണ്ട് അഫെയർ ഏരിയ അത്യാവശ്യം നല്ലോണം പഠിച്ചിട്ടാണ് പോയത്. അപ്പോൾ ആ ഏരിയയിൽ നല്ലോണം സ്കോർ ചെയ്തുകൊണ്ട് ബാക്കി ഏരിയ ഒന്ന് ബാക്കിലായതുകൊണ്ടും റാങ്ക് ലിസ്റ്റ് വരാൻ പറ്റി. അവിടെ ഏറ്റവും വലിയ വ്യത്യാസം വന്നതെന്ന് പറയുന്നത് ഈ GKയിൽ കുറച്ച് ഏരിയാസ് ഒരു സിലബസിൽ നല്ല വെളിയിൽ ചോദിച്ചിട്ട് പോലും ഇവിടെ അധികം വീറ്റോയിൽ അധികം ആ ഏരിയാസ് സ്ട്രെസ് ചെയ്ത് നല്ലോണം ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഏരിയ കവർ ചെയ്യുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല സ്കോറും വന്നു, ഒരു മോശമില്ലാത്ത റാങ്കും വന്നായിരുന്നു. മാക്സിമം നമുക്കിപ്പോൾ എല്ലാ ഏരിയാസും സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൽ പ്രശ്നം വരുന്ന ഒരു ഏരിയ കറണ്ട് അഫെയർ മാത്രമാണ്. കറണ്ട് അഫെയർ എല്ലാവർക്കും ഒരു 10 മാർക്ക് അങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കൂടുതൽ സ്ട്രെസ് ചെയ്ത് കറണ്ട് അഫെയർ ഇമ്പോർട്ടൻസ് കൊടുക്കും. കറണ്ട് അഫെയർസ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ എല്ലാ ഏരിയയും കറണ്ട് അഫെയർ കവർ ചെയ്യേണ്ട ആവശ്യമില്ല. പ്രധാനമായും പത്രവാർത്തകളിൽ മുന്നിട്ട് നിൽക്കുന്ന വ്യക്തികൾ, പേര്, സ്ഥലങ്ങൾ, തീയതികൾ. ഈ തീയതികൾ വെച്ച് ഈ ഒരു കോർ ഏരിയ ബേസ് ചെയ്താണ് എപ്പോഴും കറണ്ട് അഫെയർ വയ്ക്കുന്നത്. അപ്പോൾ ഈ ഏരിയ അത്യാവശ്യം പത്രവാർത്ത ക്ലിപ്പിങ്ങുകളോ നോട്ടുകളോ വീറ്റോന്ന് അത്യാവശ്യം അതിനുവേണ്ടി ഗൈഡ് വരെ ഉണ്ടായിരുന്നു. അതുവരെ മേടിച്ച് വെച്ച് കമ്പൈൻ സ്റ്റഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഏരിയ മാത്രം പഠിക്കുമ്പോൾ കറണ്ട് അഫെയർ അത്യാവശ്യം നമുക്ക് സ്കോർ കിട്ടിയാൽ മറ്റുള്ളവർ കിട്ടുന്ന സ്കോറിനേക്കാളും നമുക്ക് നല്ല അഡ്വാൻറ്റേജ് കിട്ടും. നമ്മൾ റാങ്ക് നല്ലോണം മുന്നോട്ട് പോകും. ഇതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ കമ്പൈൻഡ് സ്റ്റഡിയാണ്. അപ്പോൾ ഇപ്പോൾ എവിടെ പഠിക്കാൻ പോയാലും നമുക്കൊരു 4-5 കോറായിട്ടുള്ള ആൾക്കാർ വേണം. അത് ആൾക്കാരുണ്ടായാൽ മാത്രം പോരെ. ഈ ആൾക്കാർ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ എക്സ്പേർട്ട് ആണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. എന്നെ സംബന്ധിച്ച് കറണ്ട് അഫെയറും കോൺസ്റ്റിറ്റ്യൂഷനും GK അത്യാവശ്യം അറിയാമായിരുന്നു. മാത്സും ഇംഗ്ലീഷും വീക്കായിരുന്നു. അപ്പോൾ ഇതറിയാമെന്നുള്ള 2-3 പേരും കൂടി കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒരു സപ്പോർട്ടും കൂടിയായി ഇവിടെ നിന്ന് ഡെയിലി എക്സാമിന് നമുക്ക് ആവശ്യത്തിന് ക്വസ്റ്റ്യൻ കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ദിവസം ഒരു ഏരിയ കവർ ചെയ്ത് നമ്മൾ പഠിച്ചാൽ ഇവിടെ നിന്ന് ആ ക്വസ്റ്റ്യനും കൂടി കിട്ടുമ്പോൾ രാത്രി നമ്മൾ വീണ്ടും വർക്ക് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ വീണ്ടും നമ്മൾ റിപ്പീറ്റ് വർക്ക് ചെയ്യും. അതേസമയം നമ്മൾ ഇവിടത്തേക്ക് വേണ്ടിയും പഠിച്ചിട്ടുണ്ട്. രാത്രി വീണ്ടും റിപ്പീറ്റ് പഠിക്കുന്നുണ്ട്, വീണ്ടും ക്വസ്റ്റ്യനും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം തന്നെ
നമ്മൾ സത്യം പറഞ്ഞാൽ വീണ്ടും ഇത് റിവൈസ് ചെയ്ത് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും ഈ എക്സാം സമയമാകുമ്പോൾ നമുക്ക് ഓട്ടിച്ചിട്ട് എല്ലാ ഏരിയ ഇങ്ങനെ കവർ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് വായിക്കാൻ നമ്മൾ നോർമലി ടെൻഷൻ ഇല്ലാതെ പോയി എക്സാം എഴുതിയാൽ അത്രയും നല്ലതാണ്. പിന്നെ ഇതൊരിക്കലും നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു സ്ഥലമൊന്നുമല്ല, പോലീസോ LD ലിസ്റ്റോ ഒന്നും ഇത്രയും പാടുള്ള സ്ഥലങ്ങളല്ല. പക്ഷേ ഇത് രണ്ടാമത്തെ കാര്യമാണ്, നമ്മളിടുന്ന എഫേർട്ടാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എത്രമാത്രം എഫേർട്ട് ഇടുന്നു, എത്രമാത്രം ചോദ്യങ്ങളുമായി പരിചയപ്പെടുന്നു. 100, 500, 1000-ന് മേൽ, ഞാൻ തന്നെ ഒരു 200, 300-ന് മേൽ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഈ 2 ലിസ്റ്റിലും വരാനായിട്ട്. മോക്ക് ടെസ്റ്റ് നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ എണ്ണം കൂടുന്തോറും നമുക്ക് എക്സാമിൻ്റെ കോൺഫിഡൻസ് കൂടും. നമ്മൾ എക്സാമിന് വരുത്തുന്ന സ്ഥിരം മിസ്റ്റേക്കുകൾ അധികം നമ്മൾ വരുത്തില്ല. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. എക്സാമിന് മിസ്റ്റേക്ക് കുറയുമ്പോൾ ആക്യുറസി കൂടും. ആക്യുറസി കൂടിയാൽ നമ്മുടെ റാങ്ക് മുന്നോട്ട് വരും. പ്രധാനമായും നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത് ആദ്യം 100 റാങ്ക്. നിങ്ങൾ ഏത് എക്സാം അറ്റൻഡ് ചെയ്യട്ടെ, അതിൻ്റെ വാക്കൻസി ഒരു പ്രശ്നമല്ല. ആദ്യം 100 റാങ്കിൽ എത്തുക എന്നാണ് ഏറ്റവും പ്രധാനം. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം 100 റാങ്കിൽ വരുമ്പോൾ, റൊട്ടേഷൻ ചാർട്ട് വരുമ്പോൾ ഒരിക്കലും നമ്മൾ വെളിയിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാര്യം ആദ്യം വാക്കൻസി റിലീസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ജോലി കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അല്ലെങ്കിലുള്ള പ്രശ്നം തന്നെ നമ്മൾ ഈ ലിസ്റ്റിലുണ്ടെന്ന് വിചാരിച്ച് നമ്മുടെ വർഷങ്ങളും സമയങ്ങളും നല്ലോണം കളയും. പ്രധാനമായും SCERT ടെക്സ്റ്റ് ബുക്കാണ് ഇപ്പോൾ കഴിഞ്ഞ 3-4 വർഷങ്ങളിൽ കൂടുതലും PSC സ്ട്രെസ് ചെയ്യുന്നത്. ഈ ഗൈഡുകൾ ഇപ്പോൾ SCERT ബേസ് ചെയ്ത് ഇറക്കിയിട്ടുണ്ട്. അത് മേടിച്ച് വായിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വീറ്റോയുടെ ബുക്ക് തന്നെ അതിൽ അവൈലബിൾ ആണ്. നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്ക് വായിക്കാതിരിക്കുമ്പോൾ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറേ ടെക്സ്റ്റ് ബുക്കുകളുള്ളതുകൊണ്ട് നമ്മൾ നല്ലോണം മടി കാണിക്കും. അപ്പോൾ ഈ കോർ ഏരിയാസ് മാത്രം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പിക്ക് ചെയ്ത് പഠിച്ചുകൊണ്ടിരുന്ന് നമ്മളിപ്പോൾ ഈ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് പരിചിതമല്ലാത്ത ചോദ്യം ഒരിക്കലും അതിൽ കാണില്ല. കാര്യം ഇപ്പോൾ മെയിനായിട്ടും 5 മുതൽ 10 വരെയാണ് ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കുകളാണ് മെയിനായിട്ട് 10ാം ലെവലിന് ചോദിക്കുന്നത്. LDക്ക് ഉൾപ്പെടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കൂടുതലും ചോദിച്ചുള്ള ടെക്സ്റ്റ് ബുക്കുകളിൽ ബോക്സുകളിലുള്ള പടങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ ഒരുവിധം തന്നെ എല്ലാവരും അത് പഠിക്കും. അപ്പം എല്ലാവരും അത് പഠിക്കുന്നതുകൊണ്ട് നമ്മളത് പഠിക്കാതിരുന്നുള്ള പ്രശ്നം നമ്മൾ ലിസ്റ്റിൽ വരില്ല. നമ്മളും കൂടി അത് പഠിക്കുക. അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞ പോലെ കറണ്ട് അഫയേഴ്സ് സ്ട്രെസ്സ് കൊടുത്ത് പഠിക്കുകയാണെങ്കിൽ അതനുസരിച്ച് സ്കോർ വരും. ഇംഗ്ലീഷും മാത്സും മലയാളം ഞാൻ പ്രധാനമായിട്ടും ചെയ്തതെന്ന് പറയുന്നത് ഈ 3-ലെ വ്യത്യാസം. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഒരിക്കലും കോർ ഏരിയ വിട്ട് ചോദ്യങ്ങൾ ചോദിക്കില്ല. പ്രത്യേകിച്ച് മാത്സ് കാലാകാലങ്ങളായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പും മോഡലും ഉണ്ട്. ആ ടൈപ്പും മോഡലും അതിൽ കൂടുതൽ ചോദ്യങ്ങൾ കണ്ടെത്തി ചെയ്യുക. അതിൻ്റെ കൂടെ ഇംഗ്ലീഷ് ഏറ്റവും കൂടുതൽ പ്രീവിയസ് എത്രമാത്രം വർക്ക് ചെയ്യുന്നു അത്രയും മാത്രം മാർക്ക് കിട്ടും. മലയാളം എന്ന് പറയുന്നത് എല്ലാവർക്കും പാടായിട്ടുള്ള വിഷയമാണ്. കാര്യം ചിലർക്ക് അത്ര പരിചിതം കാണില്ല. പക്ഷേ നമ്മൾ ഒരുവിധം നല്ലോണം ശ്രമിച്ചാൽ മലയാളത്തിൽ നമുക്ക് 6 മേലെ സ്കോർ മേടിക്കാൻ പറ്റും. പക്ഷേ നമ്മളിപ്പോൾ ശ്രമിച്ചിട്ട് പോലും മലയാളം പരീക്ഷയ്ക്ക് അത്രയ്ക്ക് പാടാണെങ്കിൽ ഒരിക്കലും നമ്മളെ മനസ്സിൽ തോന്നുന്നത് പോലെ കറപ്പിക്കാൻ നിൽക്കരുത്. നെഗറ്റീവ് കൂടിയാൽ ലിസ്റ്റിൽ നിന്ന് പുറത്താവും. ആക്യുറസി എത്രമാത്രം കൂടുന്നോ അത്രയും മാത്രം എഫക്റ്റീവായിരിക്കും, അത്രയും നല്ല റാങ്ക് കിട്ടും, അത്രയും പെട്ടെന്ന് ജോലി കിട്ടും. നെഗറ്റീവ് കൂടുന്തോറുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ആർക്കും കിട്ടാത്ത ചോദ്യങ്ങൾ ചിലപ്പോൾ ശരിയായി കാണും. നെഗറ്റീവ് വരുമ്പോൾ ആ ചോദ്യങ്ങളിൽ നിന്നും കൂടി നമുക്ക് എന്ത് ചെയ്യും, മാർക്ക് നഷ്ടപ്പെടും. നമ്മളെ റാങ്ക് നല്ലോണം പിന്നോട്ടടിക്കും. പിന്നെ ഏറ്റവും പറയാനുള്ളത് സ്റ്റാഫിൻ്റെ സപ്പോർട്ടാണ്. ഞാൻ ഇവിടെ വരുന്ന സമയത്ത് അത്യാവശ്യം ബേസിക് ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ സിലബസ് PSCയുടെ മാറിയതുകൊണ്ട് അങ്ങ് കവർ ചെയ്തിനെ എത്തിയിട്ടില്ല. ആ സമയത്ത് എനിക്ക് ചോദ്യങ്ങൾ തന്നതും വീണ്ടും മോട്ടിവേറ്റ് ചെയ്ത് നല്ലോണം സപ്പോർട്ട് ചെയ്ത് ഇവിടുത്തെ സ്റ്റാഫ് ആൻഡ് ഫാക്കൽറ്റി ആയിരുന്നു. അതിനവരോട് വളരെയധികം നന്ദിയുണ്ട്. ഒരു കാര്യം എപ്പോഴും ആലോചിക്കുക, സർക്കാർ ജോലി ഒരിക്കലും ഒരു ഓപ്ഷനല്ല. നിങ്ങൾക്കൊരു ചോദ്യം തന്നു, 4 ഓപ്ഷൻ തന്നു, അതിലൊന്നാണ് സർക്കാർ ജോലി. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഒരു ചോദ്യം നിങ്ങൾക്ക് തന്നു അതിൻ്റെ ഒറ്റ ഉത്തരം സർക്കാർ ജോലിയാണെന്ന് മാത്രം വിചാരിക്കുക. അങ്ങനെ വിചാരിച്ച് തന്നെയാണ് 2-3 വർഷം നല്ലോണം പഠിച്ചത്. കാര്യം വേറൊരു ഓപ്ഷൻ ഇല്ല, വേറെ ഒരിടത്തും പോയി ജോലി ചെയ്യാൻ താല്പര്യമില്ല. ഇത് തന്നെ വേണമെന്ന് വിചാരിച്ച് നമ്മൾ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. പ്രീവിയസ് ചോദ്യങ്ങൾ നിങ്ങൾ എത്രമാത്രം വർക്ക് ചെയ്യുന്നു, മോക്ക് ടെസ്റ്റ് കൂടുതലും വർക്ക് ചെയ്താൽ അതിൻ്റെ റിസൾട്ട് ഉണ്ടാകും. നമ്മൾ ഗൈഡുകളും ബുക്കുകളും എല്ലാം പഠിക്കും, അത് നല്ലോണം പഠിക്കും, അതിന് കുഴപ്പമില്ല. പക്ഷേ ഇതെങ്ങനെ ചോദിക്കുമെന്ന് അറിയില്ലെങ്കിൽ നമ്മൾ ഈ വെള്ളത്തിൽ വരയ്ക്കുന്ന വരയ്ക്ക് തുല്യമാണ് നമ്മൾ ഈ കഷ്ടപ്പെടുന്നതെല്ലാം. അപ്പോൾ എല്ലാവരും മാക്സിമം ശ്രമിക്കുക. ഇടുന്ന എഫേർട്ടിന് എന്തായാലും ഫലമുണ്ടാവും. ഇപ്പോൾ കൂടുതലായിട്ടും ഒരു 1.25-1.5 മണിക്കൂർ നമുക്ക് എക്സാം വരുന്നുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ മിസ്റ്റേക്ക് വരാൻ പറ്റുന്നൊരു സമയം ഈ അവസാന എക്സാമിൻ്റെ ഒരു ടെയിലെൻ്റെ ടൈമുണ്ട്. മീൻസ് അതൊരു പാനിക് സ്റ്റേജാണ്. നമുക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. പരീക്ഷ ഭയങ്കര എളുപ്പമാണോ തെറ്റാണോ നമ്മൾ മാനസികമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് തീരുമാനിക്കുകയാണ്. ഇവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം. പരീക്ഷ ഒരിക്കലും എളുപ്പമാണോ തെറ്റാണോ തീരുമാനിക്കുന്നത് നമ്മളല്ല. കാര്യം നമ്മളെപ്പോലെ തന്നെ ലക്ഷത്തിലധികം ഉദ്യോഗാർത്ഥികൾ ഇടുന്ന പരീക്ഷയാണ്. വാക്കൻസി അനുസരിച്ച് എല്ലാം കണക്കാക്കിയാണ് കട്ട് ഓഫ് ഇടുന്നത്. നിങ്ങളൊരു എക്സാമിന് പോകുമ്പോൾ എപ്പോഴും നമ്മുടെ മൈൻഡിൽ എനിക്ക് കംഫർട്ടബിളായൊരു സ്കോർ എത്രയാണെന്ന് മൈൻഡിൽ എപ്പോഴും വേണം. ആ സ്കോറിലേക്ക് നമ്മൾ എത്തണം. പക്ഷെ അത് എത്താൻ വേണ്ടി ഒരിക്കലും തെറ്റ് കറുപ്പിക്കണമെന്നല്ല, നമുക്കറിയാമെന്നുള്ളത് കറുപ്പിക്കുക. പിന്നെ ഒരു വൈൽഡ് ഗസ്സാണ്. ഇപ്പോൾ ABCD എന്നൊരു 4 ഓപ്ഷനുണ്ട്. അതിൽ 2 ഓപ്ഷൻ തന്നെ നമ്മൾ കട്ട് ചെയ്ത് കളയാൻ നമുക്ക് പറ്റുമായിരിക്കും. ഇപ്പോൾ Aയും Bയും ആണെങ്കിൽ അതിൽ ഏതെങ്കിലും ഒന്നാണ് ഉത്തരം നിങ്ങൾക്ക് 100% ഉറപ്പാണെങ്കിൽ അതൊരു 50-50 ചാൻസാണ്. ആ ചാൻസ് എപ്പോഴും എടുക്കരുത്.
അവസാനം നമുക്ക് കിട്ടുന്ന ഒരു സമയത്ത് മാത്രം നമ്മൾ ആ ചാൻസ് എടുക്കുക. അത് എല്ലാ ചോദ്യങ്ങളിലും പ്രയോഗിക്കാനും പാടില്ല. ആർക്കും കിട്ടില്ല എന്ന് ഉറപ്പുള്ള ചോദ്യങ്ങളിൽ ഒരിക്കലും 50-50 ചാൻസ് ഉപയോഗിക്കരുത്. അല്ലാതെ ഒരുവിധം കുറച്ച് ആൾക്കാർക്കൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ ഉപയോഗിച്ചാൽ അത് അത്രയും നല്ലതായിരിക്കും. ഇതൊക്കെ എക്സാമിന് നല്ലോണം ഉപയോഗപ്പെടുന്നതാണ്. ഞാൻ എൻ്റെ എക്സാം സ്ട്രാറ്റജിയിൽ ഏറ്റവും ഉൾപ്പെടുത്തിയൊരു കാര്യമാണ് ഈ 50-50 ഓപ്ഷൻ കട്ടിങ് റൂൾ. ഇതുകൊണ്ട് തന്നെ എനിക്ക് ആർക്കും കിട്ടാത്തൊരു 4-5 ചോദ്യങ്ങൾ ഈ പോലീസിന് എൽഡിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും മാക്സിമം ശ്രമിക്കുക. ഇതിന് ഒരു വർഷക്കണക്ക്, ഒരു വർഷം കൊണ്ട് PSC 2 3 അങ്ങനെയൊന്നുമില്ല. PSCക്ക് നമുക്കിപ്പോൾ എത്ര നാൾ പഠിക്കാൻ പറ്റുമോ അത്രയും കാലം നമ്മൾ പഠിക്കുക. സക്സസ് എന്ന് പറയുന്നത് ഒരിക്കലും എളുപ്പത്തിൽ കിട്ടുന്നൊരു കാര്യമല്ല. സക്സസ് കിട്ടിയത് കൊണ്ട് ഞാൻ ഇനി പഠിക്കില്ല എന്നൊരു അർത്ഥവുമില്ല. എഫേർട്ട് ഇടുക, കൂടുതൽ ഗ്ലാമറായിട്ടുള്ള പോസ്റ്റുകൾക്ക് വേണ്ടി ശ്രമിക്കുക. എത്രമാത്രം ഗ്ലാമറായിട്ടുള്ള പോസ്റ്റ് കിട്ടുന്നോ അത്രയും മാത്രം ബഹുമാനം കിട്ടും. സർക്കാർ ജോലിയുടെ പ്രധാന കാര്യം റെസ്പെക്റ്റാണ്. ആ റെസ്പെക്റ്റ് നേടിയെടുക്കണമെങ്കിൽ നമ്മൾ അത്രയ്ക്ക് എഫേർട്ട് ഇടണം. അത് 1 വർഷം എടുക്കാം, 2 വർഷം എടുക്കാം, 3 വർഷം എടുക്കാം. മാക്സിമം ശ്രമിക്കുക, നമ്മളെ കൊണ്ട് പറ്റുന്നത് കഴിയുക, ഉറപ്പായും കിട്ടും. പറ്റാത്തൊരു സംഭവമല്ല സർക്കാർ ജോലി. എല്ലാവരും മാക്സിമം ഒരു എഫേർട്ട് ഇടുക.